ക്രിസ്തീയ സോദരി 2024 നവംബർ ഡിസംബർ ലക്കം ഓഡിയോ വേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എഡിറ്റോറിയൽ എഴുതിയത് ലൗലി ജോർജ്. ക്രിസ്തു ദൈവത്തിൻ്റെ ദാനം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തി. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ക്രിസ്മസ് വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. പുൽക്കൂടൊരുക്കിയും നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചും വർണ്ണശബളമായ ലൈറ്റുകൾ ചാർത്തിയും വീടുകളും വഴിയോരങ്ങളും വർണ്ണാഭമായിരിക്കുന്നു. ദേവാലയങ്ങളിൽ ഡിസംബർ ആദ്യവാരത്തോടെ ക്രിസ്മസിനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഉദ്ഘോഷിക്കുന്ന ഈ ആഘോഷത്തിൽ ക്രൈസ്തവർ അടക്കം മിക്ക മതവിഭാഗങ്ങളും പങ്കാളികളാകുന്നത് വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. ക്രൈസ്തവ ഭൂരിപക്ഷം കുറവുള്ള രാജ്യങ്ങളിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിസ്മസിനോടനുബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസും ഇതിൻ്റെ ഭാഗമായി കടന്നുകൂടിയതാണ്. ലോകമെമ്പാടും ഇത്രയേറെ ആഘോഷമാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ഇനിയും അനേകർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു പുണ്യപുരുഷൻ്റെ ജനന ദിവസം എന്നതിനേക്കാൾ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പ്രാധാന്യവും ദൈവിക ഉദ്ദേശവും മനസ്സിലാക്കാതെ പോകുന്നത് ഖേദകരമാണ്. ക്രിസ്തു ലോകരക്ഷിതാവാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവമായിരുന്ന ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നത് പാപികളായ മനുഷ്യർക്ക് നിത്യരക്ഷ ഒരുക്കുവാൻ വേണ്ടിയായിരുന്നു. സാധാരണ ഒരു വ്യക്തിയെപ്പോലെ ഈ ലോകത്തിൽ ജനിച്ച് എന്തെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി അല്പം സാരോപദേശങ്ങളും നൽകി ജീവിതം തീർത്തിയ ഒരു വ്യക്തിയല്ല ക്രിസ്തു. ക്രൈസ്തവരുടെ ഇടയിൽ പോലും ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വ്യക്തിയായി മാത്രം ക്രിസ്തുവിനെ കാണുന്നത് ആത്മീക അരാജകത്വം എന്നേ പറയാനാകൂ. ഏതു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ ലോക ചരിത്രത്തിൽ പാപം എന്ന മാരക വിപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. പാപമോചനം ക്രിസ്തു തരുന്നു. പാപം മനുഷ്യനെ തകർക്കും, മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. പാപത്തിന്റെ ശമ്പളം മരണമാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. നാം ഓരോരുത്തരും മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു നമുക്ക് പകരമായി മരണം ഏറ്റെടുത്തു. ആർക്കും ആരുടെയും പകരക്കാരാകാൻ കഴിയില്ല. നമ്മുടെ പകരക്കാരനാകാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അസന്തുഷ്ടിയും അസമാധാനവും തിങ്ങി നിറഞ്ഞ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന വ്യക്തി ദൈവമകൻ അല്ലെങ്കിൽ മകളായി തീരും. അവർക്ക് നിത്യസമാധാനം കൈവരികയായി. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല. അത് നിത്യത വരെ തുടരുന്നതാണ്. തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി വിട്ടുതരുവാൻ പിതാവായ ദൈവത്തിന് തോന്നിയത് നമ്മോടുള്ള അവിടുത്തെ അചഞ്ചലമായ സ്നേഹമായിരുന്നു. തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. ദൈവം സ്നേഹമാണ്. സ്നേഹമെന്ന ആ പരമമായ സത്യത്തിലേക്കുള്ള ഏക വഴി ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. പിതാവായ ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളെക്കുറിച്ചാണ് ക്രിസ്തീയ സോദരി ഈ ലക്കം വായനക്കാരുമായി പങ്കുവയ്ക്കുന്നത്. നവ്യാനുഭൂതി ഉളവാക്കുന്ന ഈ ആഘോഷവേളയിൽ ഇത്തരം ചിന്തകളാൽ മുഖരിതമാകട്ടെ നമ്മുടെ ഹൃദയവും. കാലികം. ആധുനിക ലോകത്തെ ബന്ധങ്ങൾ. എഴുതിയത് സോന ജിതിൻ. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ബന്ധങ്ങളെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള ചിന്താഗതികൾ തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് രണ്ടുപേർ തമ്മിൽ ഏറ്റവും പരിശുദ്ധമായി കണ്ടിരുന്ന ദൈവാനുഗ്രഹത്താൽ നയിച്ചിരുന്ന ബന്ധങ്ങൾ ഇന്ന് വളരെ ലാഘവത്തോടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് നയിക്കുന്നതായാണ് നാം കണ്ടുവരുന്നത്. വ്യക്തിബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും അതിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും വളരെ സ്പഷ്ടമായി തിരുവെഴുത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സമൂഹം അതിൻ്റെ മൂല്യങ്ങൾ ഗണ്യമാക്കുന്നില്ല. ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് ദൈവാനുഗ്രഹത്താൽ നടക്കുന്ന ഓരോ വിവാഹങ്ങളും. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ നിസ്വാർത്ഥമായി സ്നേഹിക്കണമെന്നും
വിശുദ്ധിയോടെ ആ ബന്ധത്തെ കാത്തു സൂക്ഷിക്കണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തീയ ബന്ധങ്ങളുടെ അടിസ്ഥാനമെന്നത് സ്നേഹം, ദീർഘക്ഷമ, ദയ എന്നിവയിലാണ്. എന്നാൽ ഇന്നത്തെ തലമുറ വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇരുന്ന് തനിക്ക് ലഭിക്കാൻ പോകുന്ന ജീവിത പങ്കാളിയെക്കുറിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തു നിൽക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നവരായി മാറി ഇന്നത്തെ നമ്മുടെ യുവതലമുറ. ബന്ധങ്ങളെല്ലാം വൈകാരിക നിമിഷങ്ങൾ കീഴടക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ സഹനവും സ്നേഹവും പ്രതിബദ്ധതയും അന്യം നിന്നു പോയിരിക്കുന്നു. ആധുനിക ബന്ധങ്ങളുടെ കാതലായ ഒരു പ്രശ്നം പ്രതിബദ്ധതയില്ലായ്മയാണ്. ജീവിതാവസാനം വരെയുള്ള ഉടമ്പടിയായി വിവാഹമെന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ദൈർഘ്യമുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. ഇന്ന് യുവതിയുവാക്കൾ ദമ്പതിമാരെ പോലെ വിവാഹത്തിന് മുമ്പ് പങ്കാളിയുമൊത്ത് ഒന്നിച്ച് താമസിക്കുകയും അതിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒന്നിച്ചു ചേർന്ന് പോകുവാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കുകയും വളരെ ലാഘവത്തോടെ ആ പങ്കാളിയെ മാറ്റുകയും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരവസ്ഥ വിവാഹ ജീവിതത്തിലുള്ള വിശുദ്ധിയെയും വിവാഹ ഉടമ്പടിയെയും നിരർത്ഥകമാക്കുകയാണ്. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ, വിശുദ്ധ വേദപുസ്തകം ശക്തമായി എതിർക്കുന്ന വേഴ്ചകൾ, ഇവയെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വിവാഹ ബന്ധങ്ങളുടെ പരിശുദ്ധിയെ തന്നെ നിഷേധിക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. ദുഃഖകരമായ മറ്റൊരു കാര്യം, ഇന്നത്തെ യുവതലമുറ സ്വന്തം മാതാപിതാക്കളോട് ഇതേ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. മാതാപിതാക്കളെ ആദരിക്കാതെ, അവർ പറയുന്നതൊന്നും ഉൾക്കൊള്ളാതെ, വ്യക്തി താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലെ ഈ വചനങ്ങളെ കൈക്കൊള്ളാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുന്നവരാണ് ഇന്നത്തെ തലമുറകൾ. വസ്ത്രം മാറുന്നത് പോലെയാണ് അവർ പങ്കാളികളെ മാറ്റുന്നത്. ഇത്തരം മാറ്റത്തിന് സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്ക് നാം അറിയാതെ പോകരുത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് മുതലായവ ബന്ധങ്ങളെ വിവിധ രീതിയിൽ വളരെ വിഷമയമായി അവതരിപ്പിക്കുന്നു. സൗന്ദര്യം, പദവി, പണം എന്നിവയെല്ലാം തെറ്റായ രീതിയിൽ ഉയർത്തി കാണിക്കുകയും ഒപ്പം പ്രതിബദ്ധതയെയും സത്യസന്ധതയെയും അവമതിച്ചു കളയുകയും ചെയ്യുന്നു. വിശ്വാസി അവിശ്വാസി എന്ന വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും മാധ്യമങ്ങളിൽ കാണുന്ന മിഥ്യാജീവിതങ്ങളിൽ ആകൃഷ്ടരാകുന്നു. ഇതവർ അറിയാതെ തന്നെ അവരെ അസംതൃപ്തരാക്കി മാറ്റുന്നു. തന്മൂലം ദൈവാനുസൃതമല്ലാത്ത രീതിക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും അതിൽ ഉഴന്ന് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിലുപരി ഇന്നത്തെ തലമുറയിൽ എല്ലാം തൽക്ഷണമായതിനാൽ എല്ലാ കാര്യങ്ങളും അതിവേഗം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് തന്നെ ഭാഗമായി തീർന്നു. ഇപ്പോൾ പങ്കാളിയുമൊത്ത് ജീവിക്കുമ്പോൾ തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നിച്ച് നേരിടുന്നതിലുപരി അത് അവസാനിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. വേദപുസ്തകം നമ്മെ സ്നേഹത്തിലൂടെയുള്ള സഹനവും ക്ഷമയും പഠിപ്പിക്കുമ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റായി ആഗ്രഹിക്കുന്ന സമൂഹം ആത്മീക സത്യങ്ങളെല്ലാം തന്നെ വിസ്മരിച്ചു കളയുന്നു. സ്വാർത്ഥമായ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ സമൂഹത്തിൽ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ട്? യഥാർത്ഥമായ സ്നേഹവും നിലനിൽക്കുന്ന ബന്ധങ്ങൾക്കും ദൈവകൃപയും നടത്തിപ്പും വളരെയധികം ആവശ്യമാണ്. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5 മുതൽ 6 വരെ പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിച്ച് സ്വന്തം വിവേകത്തിൽ ഊന്നാതെ നമ്മുടെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ ക്ഷണിക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും ദൈവിക ആലോചനയെ ചോദിക്കുവാനും നമുക്ക് സാധിക്കണം. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നത് വളരെയധികം പ്രാർത്ഥനയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെ അലക്ഷ്യമാക്കരുത്. ദൈവത്തിൽ പൂർണ്ണാശ്രയം വയ്ക്കുന്ന, അന്യോന്യം ആത്മീകമായി നടത്താൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം നമ്മുടെ ജീവിത പങ്കാളി. അടിസ്ഥാനം ക്രിസ്തുവിലിട്ട് തുടങ്ങുന്ന ബന്ധങ്ങളെല്ലാം തന്നെ ദൈവസ്നേഹം നമ്മിൽ പ്രതിഫലിക്കത്തക്കവണ്ണം ശക്തമാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവാശ്രയത്തോടെ ജീവിക്കണം. ലോകത്തിലെ പ്രതികൂല അവസ്ഥകളെ തരണം ചെയ്ത് ദൈവസ്നേഹത്തിലൂന്നി ദൈവഹിതത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ നയിക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്നത് പോലെ സ്നേഹമുള്ള കുടുംബജീവിതം നയിക്കുവാൻ ദൈവമക്കളായ നമുക്കും സാധിക്കട്ടെ.
വീക്ഷണം. മക്കൾ ദൈവം തരുന്ന ദാനം. എഴുതിയത് ഷൈനി അഭിലാഷ്. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും കരച്ചിൽ ചുറ്റുമുള്ളവരുടെ ചുണ്ടിൽ ചിരി വിരിയിക്കുന്ന സമയമാണ്. വലിയ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പൂർണ്ണതയാണ് ഒരു ജനനത്തിങ്കൽ സംഭവിക്കുന്നത്. ഇന്ന് ഓരോ ജനനവും ഏറെ ആഘോഷിക്കപ്പെടുന്നു. പേര് വിളിച്ച് കുഞ്ഞിനെ കൈകളിൽ തരുമ്പോൾ മാത്രം പിതാവും ബന്ധുമിത്രാദികളും കുഞ്ഞുങ്ങളെ കണ്ടിരുന്ന കാലത്തിൽ നിന്നും പ്രിയതമയ്ക്കൊപ്പം പ്രസവ മുറികളിലേക്ക് പുരുഷ സാന്നിധ്യം കൂടെ എത്തി നിൽക്കുന്ന കാലമാണിത്. ഒരു കുഞ്ഞ് പിറവിയെടുക്കുമ്പോൾ ഒരു കുടുംബം മുഴുവൻ പുതുമയിലേക്ക് എത്തുന്നു. വ്യക്തി സ്വാതന്ത്ര്യവും സമയവും ഹനിക്കപ്പെടുമ്പോഴും ശ്രദ്ധാകേന്ദ്രമായി കുഞ്ഞ് മാറുമ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ട പരിഗണന പരസ്പരം കിട്ടുന്നില്ല എന്ന തോന്നൽ നിലനിൽക്കുമ്പോഴും ഈ അവസ്ഥ ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു കുഞ്ഞ് പിറവിയെടുക്കുന്നത് ഒരു സ്വാഭാവികമായ പ്രതിഭാസമായി പലരും കാണുന്നു. എന്നാൽ ഒരു ദൈവവിശ്വാസിക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനാകില്ല. അംഗവൈകല്യമുള്ളവരെയോ ബുദ്ധിവളർച്ച കുറഞ്ഞവരെയോ കാണുമ്പോൾ മാത്രം നാം പറയും അവർ ദൈവത്തിൻ്റെ ദാനമാണെന്ന്. പൂർണ്ണ ആരോഗ്യവാന്മാരായ മക്കൾക്ക് മുമ്പിൽ പലപ്പോഴും നാശം പിടിച്ചവൻ, കഴുത എന്നിങ്ങനെ നീളുന്നു പേർവിളികൾ. എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ? മക്കൾ അവകാശമാണ്, ഉദരഫലം പ്രതിഫലമാണ്. രണ്ടു വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കാമെന്ന തീരുമാനത്തിൽ തന്നെ ഒരവകാശം ഉറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ചില പ്രതിഫലം നാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നതല്ല, യജമാനന് തൻ്റെ വേല പൂർത്തീകരിക്കാൻ കൂടെ ഉള്ളതാണ്. ഒരു മകൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എന്നിൽ ഒരു സ്വഭാവ രൂപീകരണത്തെ തന്നെയാണ് തന്നത്. സ്വഭാവ രൂപീകരണമൊക്കെ ഈ യൗവനത്തിലാണോ എന്ന് ചിന്തിക്കാൻ വരട്ടെ. യൗവനത്തിലെ മക്കൾ വീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയെന്ന് ദൈവവചനം പറയുമ്പോൾ അർത്ഥമാക്കേണ്ടത് യൗവനത്തിലാണ് ഒരുപക്ഷെ ഒരുവൻ്റെ ദൃഷ്ടി ലക്ഷ്യത്തിൽ ഉറയ്ക്കുക എന്ന് തന്നെയാകണം. ലക്ഷ്യമുള്ളവനെ അസ്ത്രം കൃത്യമായി എയ്യൂ. പുതിയ മാറ്റങ്ങളെ നാം അംഗീകരിച്ച് നമ്മിൽ മാറ്റത്തെ കൊണ്ടുവന്നാൽ നമ്മിലെ നല്ല അംശത്തെ പുറത്തെടുക്കുവാൻ മക്കൾ നമ്മെ സഹായിക്കും. ഉപാധികളില്ലാതെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ 90% ആളുകൾക്കും അത് സ്വീകാര്യമാകുന്നില്ല എന്നു മാത്രമല്ല, നീ നല്ല മാർക്ക് വാങ്ങിയാൽ, നല്ല കുട്ടിയായിരുന്നാൽ, അങ്ങനെ പല ഉപാധികളും നാം ഈ സ്നേഹത്തിൽ തിരികെ കയറ്റുകയും ചെയ്യുന്നു. എന്നാൽ ഇതിലെ ഒരു ദയനീയത എന്തെന്നാൽ കുട്ടികൾ ഒരിക്കലും പറയുന്നില്ല, അമ്മയൊരു നല്ല അമ്മയായാൽ ഞാൻ സ്നേഹിക്കാമെന്ന്. രോഗിയായ അമ്മയെ പരിചരിച്ചും നെറ്റിത്തടത്തിലെ ചൂട് നോക്കിയും അരികിലിരിക്കുന്ന ചില മക്കൾ ഇന്നുമുണ്ട്. ഒരുപക്ഷെ ലോകം അവരെ നോക്കി പോഴൻ, കഴിവുകെട്ടവനെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അവനാണ് യഥാർത്ഥമായി നിരുപാധികമായി സ്നേഹിക്കുന്നവൻ. ആ സ്നേഹത്തിന് മുമ്പിൽ അവൻ തോറ്റുപോകുകയാണ്. ഏറിയാൽ ഒരു 3 തലമുറയ്ക്കപ്പുറം ഒരു കോടമഞ്ഞ താഴ്വരകളെ ചുംബിച്ചു കടന്നു പോകുന്ന വേഗത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒരുപക്ഷെ മറഞ്ഞുപോയേക്കാം. അമിത സ്നേഹമോ അമിത കരുതലോ കുട്ടികളുടെ സ്വകാര്യതയിലേക്കുള്ള അമിതമായ കടന്നുകയറ്റവും ഒന്നും നമ്മിലെ ഒരു നല്ല അംശത്തെ കുത്തിയെടുക്കുവാൻ സഹായിക്കുന്നില്ല. മറിച്ച് അത് ദോഷത്തിനെ ഉതകുന്നുള്ളൂ. ചില നാടുകൾ മാത്രം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നവരാണ് മക്കൾ. ഈ കാലഘട്ടത്തിൽ ദൈവിക ശിക്ഷണത്തിലും ദൈവരാജ്യം മുന്നിൽ കാണുവാനും അവരെ പഠിപ്പിക്കാം. ആധുനികത അതിൻ്റെ പരമോന്നതിയിലേക്ക് എത്തുമ്പോൾ മനുഷ്യ ക്ലോണുകൾ ഒരുപക്ഷെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെറ്റുപെരുകുവീനെന്നത് മറന്നു പോകാതിരിപ്പാൻ നമുക്ക് ദൈവവചനം പഠിപ്പിക്കാം. പ്രതിഫലം സ്വീകരിച്ച് സ്വാർത്ഥരാകാതെ ഇരുകൈകളും വിടർത്തി അവരെ സ്നേഹിക്കാം. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പഠനം. പരിശുദ്ധാത്മാവെന്ന ദാനം. എഴുതിയത് മറിയാമ്മ അലക്സാണ്ടർ. ദൈവവചനത്തിലുടനീളം നാം കാണുന്ന മനുഷ്യരിൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് അതിൻ്റെ ദാതാവായ സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഈ ദാനം ലഭിക്കുന്നതോ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കുന്ന വ്യക്തിക്കും. ഒരു വ്യക്തി ദൈവത്തിന് സ്വന്തമാകുമ്പോഴാണ് ഈ ദാനം ലഭിക്കുന്നത്. ഏകസത്യ ദൈവമായവൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നുവെന്ന സത്യം അനുഭവേദ്യമാകുന്നത് രക്ഷാദാനം കൈക്കൊള്ളുമ്പോഴാണ്. റോമർ 8:23 ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം എന്ന് കാണുന്നു. പഴയ നിയമത്തിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ മാത്രം ആത്മാവ് പകരുകയും ആ സമയം ആ ആത്മാവിൻ്റെ ശക്തി അവരിൽ വ്യാപരിച്ചിട്ട് അവർ പ്രവചിക്കുകയും യുദ്ധം നടത്തുകയും ഒക്കെ ചെയ്തതായി കാണാം. എന്നാൽ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ യേശു
ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ ശിഷ്യന്മാർക്കും മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെയും മേൽ പരിശുദ്ധാത്മാവ് പകർന്ന ശേഷം പത്രോസ് അക്കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചവരോട് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ചുരുക്കത്തിൽ, ഒരു വ്യക്തി രക്ഷയുടെ ദൂതനാൽ ആകർഷിക്കപ്പെടുവാനും അത് വിശ്വസിച്ച് ദൈവ പൈതലായി തീരുവാനും സഹായിക്കുന്ന കർത്തവ്യമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആദ്യമായി നിർവഹിക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുക, തികയ്ക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത പരിപാടി. ഇതിനായി സ്വയം വിധേയപ്പെട്ടുകൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ വീണ്ടും ജനിക്കുന്നൊരു വ്യക്തിയിൽ ആത്മാവ് ആയുസ് മുഴുവനും വസിച്ച് ദൈവത്തെ അറിയുവാനും പിന്തുടരുവാനും ആ വ്യക്തിയെ സഹായിക്കുന്നു. തൽഫലമായി ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനും സാക്ഷ്യം നിലനിർത്തുവാനും വിശ്വാസിയെ ഒരുക്കുന്നു. രക്ഷിക്കപ്പെട്ട വ്യക്തി നീതീകരിക്കപ്പെടുന്നു. നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നീതിമാൻ എന്ന നിലയിൽ ആക്കി തീർക്കുന്നു. ദൈവാത്മാവിൻ്റെ കർത്തൃത്വത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ പാപത്തിൽ നിന്ന് വിട്ടുമാറി ജീവിക്കുവാൻ ജാഗ്രത ആവശ്യമാണ്. വഴി ഇതിലെ എന്ന മന്ദസ്വരം കേൾപ്പിച്ചുകൊണ്ട് വഴികാട്ടിയായി കൂടെയിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ വിശുദ്ധീകരണം ജീവിതകാലം മുഴുവനും ഉള്ളതാണ്. ദിനംതോറും ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് ജീവിച്ചെങ്കിലേ നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികൾ വിശുദ്ധിയോടെ നടത്തുവാൻ പ്രാപ്തരാകുകയുള്ളൂ. അതിനായി ആത്മാവിനാൽ നിറയപ്പെടേണ്ടതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആത്മാവിൽ നിറയപ്പെടുന്നതിൻ്റെ ഫലം കാണാം. ഏതു സാഹചര്യത്തിലും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യുന്നവരാകാൻ സാധിക്കും. മാത്രമല്ല, നീതിഫലം നിറഞ്ഞവരാകുകയും ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാൽ പരിപോഷിപ്പിക്കപ്പെട്ട് ദൈവത്തോടും ദൈവജനത്തോടുമുള്ള ആഴമേറിയ സ്നേഹത്തിലും ഭക്തിയിലും കൂട്ടായ്മയിലും ജീവിക്കുവാൻ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെപ്പറ്റി പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധേയമാണ്. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം. നമ്മുടെ അവകാശം നഷ്ടപ്പെടാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ശക്തി നമ്മിൽ തന്ന ദൈവത്തെ സ്തുതിക്കാം. പുതിയ നിയമം പഠിക്കുമ്പോൾ യേശുവും അപ്പോസ്തലന്മാരും ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പ്രവർത്തിച്ചതായും ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തതായി കാണാം. ആത്മാവിൻ്റെ ശക്തിയോടെ യേശു ഗലീലയിലേക്ക് ചെന്നു എന്ന് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിലുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യത്തിൽ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്നുണ്ട്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ യേശുവിന്മേൽ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ആവസിച്ചു എന്ന് കാണാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിത്യാത്മാവിൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തു എന്ന് തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്, ചിന്തയും വൈകാരികമായ അവസ്ഥകളുമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ വരുമ്പോൾ നമ്മിലുള്ള ആത്മാവ് ദുഃഖിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആശ്വാസപ്രദാനായും ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പരിശുദ്ധാത്മാവ്. അതുപോലെ മറ്റു വിശ്വാസികളുമായുള്ള കൂട്ടായ്മയിൽ നിലനിർത്തുന്നതും ഇതേ ആത്മാവിനാത്രേ. ഒരിക്കൽ ഈ ദാനം അനുഭവിച്ചു കഴിഞ്ഞാൽ നിത്യതയോളം അത് ആ വ്യക്തിയിൽ വസിച്ച് ജയജീവിതം നയിക്കുവാൻ സഹായിക്കും. ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായി തീർന്ന ഒരു വ്യക്തിയുടെ ജീവിതം പ്രകാശപൂരിതമായിരിക്കും. കർത്താവിൻ്റെ സന്തോഷം നിറഞ്ഞു തുളുമ്പും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും ആവശ്യങ്ങളെ താങ്ങായി നിൽപ്പാനും ഉത്സാഹിക്കും. ആത്മാക്കളെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുവാനും ഒരുക്കപ്പെട്ടതായിരിക്കും. ഈ പരിശുദ്ധാത്മദാനം ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ ദാനമാണ്. ആ നിറവിൽ പാപത്തിൽ നിന്നൊഴിഞ്ഞ് ശക്തിമത്തായ സാക്ഷ്യജീവിതം നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് സാധ്യമാക്കുവാൻ കാരുണ്യവാനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഭാര്യ ദൈവത്തിൻ്റെ ദാനം. മനുഷ്യന് തക്ക തുണയെ ഒരുക്കി നൽകി ദൈവം തൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല.
ഞാൻ അവന് തക്കതായൊരു തുണയുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകം 2:18. ദൈവത്തിൻ്റെ വാക്കിനാലാണ് മറ്റ് സൃഷ്ടികളെല്ലാം ഉളവായത്. എന്നാൽ മനുഷ്യനുള്ള തുണ ദൈവം തൻ്റെ സ്വന്തം കൈകളാൽ മെനഞ്ഞുണ്ടാക്കിയതാണ്. അവളെക്കുറിച്ച് അവൾ ഭർത്താവിനൊരു കിരീടം എന്നും സദൃശവാക്യം 12:4, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു എന്നും സദൃശവാക്യം 18:22 ദൈവവചനത്തിൽ കാണാം. ദൈവപ്രസാദം ലഭിച്ചവർക്ക് ദൈവം നൽകുന്ന നന്മയാണ് ഭാര്യ. അവൾ നന്മയുടെ പര്യായമാണ്. തൻ്റെ ആയുഷ്കാലമൊക്കെയും അവൾ അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. സദൃശവാക്യം 31:12. ഈ നന്മയുടെ വിവിധ വശങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ വിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. 1. ദൈവിക നന്മയുടെ സാക്ഷാത്കാരം. ജ്ഞാനം. ദൈവിക ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ജ്ഞാനം. അത് മുത്തുകളിലും വിലയേറിയതാണ്. സദൃശവാക്യം 3:15. ജ്ഞാനത്തോടെ അവൾ വായു തുറക്കുന്നു, ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. സദൃശവാക്യം 31:26. ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു. സദൃശവാക്യം 14:1. ഒരു യഥാർത്ഥ വീട്ടമ്മയായ അവളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ജ്ഞാനം വെളിപ്പെടുന്നു. ബി. നിസ്വാർത്ഥത. ഉത്തമ സ്ത്രീ നിസ്വാർത്ഥയാണെന്ന് വചനം ചൂണ്ടിക്കാണിക്കുന്നു. സദൃശവാക്യം 31. സ്വന്തം നന്മയേക്കാൾ മറ്റുള്ളവരുടെ ക്ഷേമവും സുരക്ഷിതത്വവും മാത്രം ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ ഉടമ. ഭർത്താവിനോട് മാത്രമല്ല, മക്കളോടും മറ്റു കുടുംബാംഗങ്ങളോടും അശരണരോടും കാണിക്കുന്ന നിസ്വാർത്ഥ സേവനങ്ങൾ ഇതിന് തെളിവാണ്. സദൃശവാക്യം 31:21. നിസ്വാർത്ഥതയുടെ ഒരു ഉദാഹരണമാണ് ഹന്ന. അനേക നാളുകളിലെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച പുത്രനെ അവൾ ദൈവവേലയ്ക്കായി സമർപ്പിക്കുന്നു. 1 ശമൂവേൽ 1:28. ഈ പ്രവൃത്തി മൂലം അവൾ മാത്രമല്ല, ഒരു ജനസമൂഹമാണ് അനുഗ്രഹിക്കപ്പെട്ടത്. എല്ലാ നന്മയുടെയും ഉറവിടം നിസ്വാർത്ഥതയാണ്. സി. മക്കളുടെ പരിപാലനം. മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തി മാതാവാണ്. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്ന ദൗത്യത്തിലെ മുഖ്യ കണ്ണിയാണ് അമ്മമാർ. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ദൈവഭക്തിയിൽ അവരെ നടത്തുക എന്ന കടമ അമ്മമാരുടേതാണ്. ഹന്ന, യേശുവിൻ്റെ അമ്മ മറിയ, തിമോത്തിയോസിൻ്റെ അമ്മ യുനീക്ക തുടങ്ങിയവർ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ആധുനിക യുഗത്തിലേക്ക് വന്നാൽ സൂസന്ന വെസ്ലി, റോബർട്ട് മൊഫാട്ടിൻ്റെ മാതാവ്, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയുടെ മാതാവ്. മലയാള മനോരമ സൺഡേ സപ്ലിമെൻ്റ് സെപ്റ്റംബർ 22, 2024. അങ്ങനെ അനേകം അമ്മമാർ തങ്ങളുടെ മക്കളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി മനസ്സിലാക്കാം. ഇവർ തങ്ങളുടെ ജീവിത വിജയത്തിൽ അമ്മമാരുടെ പങ്ക് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഡി. കരുതലിൻ്റെ കരങ്ങൾ. ഉള്ളിലെ നന്മയുടെ പ്രതിഫലനമാണ് കരുതൽ. നമുക്ക് ലഭിച്ചിട്ടുള്ള വിഭവങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്നും മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി പങ്കിടാനുള്ളതാണെന്നുമുള്ള ചിന്ത കരുതലിൻ്റെ ഭാഗമാണ്. എലീശ പ്രവാചകന് വേണ്ടി കരുതലിൻ്റെ കരങ്ങൾ നീട്ടിയ ശൂന്യംകാരത്തി അതിനുത്തമ മാതൃകയാണ്. അവളുടെ ഈ പ്രവൃത്തി നിമിത്തം ആ കുടുംബം മുഴുവൻ ദൈവിക അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഉത്തമയായ ഭാര്യയിലും നമുക്ക് ഈ സ്വഭാവ സവിശേഷത കാണാം. അവൾ തൻ്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈനീട്ടുന്നു. സദൃശവാക്യം 31:20. 2. കൂട്ടുപ്രവർത്തനത്തിലെ പങ്കാളി. പുരുഷന് ദൈവം നൽകിയ ദാനമാണ് സ്ത്രീ. ഉൽപ്പത്തി പുസ്തകം 2:18. അവർ ഒന്നിച്ച് ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോഴാണ് തക്ക തുണ എന്ന ദൈവിക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നത്. ആദിമസഭയിലെ നെടുന്തൂണുകളായിരുന്നു അക്വിലാവും പ്രിസ്കില്ലയും. ഈ ദമ്പതികൾ അപ്പല്ലോസിനെ സുവിശേഷ സത്യത്തിൽ ഉറപ്പിച്ചു. പൗലോസിൻ്റെ ലേഖനങ്ങളിലും ഇവരെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആധുനിക യുഗത്തിൽ സഭയെ നവീകരണത്തിലേക്ക് നയിച്ച മാർട്ടിൻ ലൂഥറിൻ്റെ പത്നി കാതറിൻ ബോറ ഭർത്താവിനൊപ്പം നിന്ന് നവീകരണത്തിന് ആക്കം കൂട്ടിയ ശ്രേഷ്ഠ വനിതയാണ്. മിഷണറി നോയലിൻ്റെ പത്നി ജൂലിയ സഹോദരി കുമ്പനാട്ട് ഒരു ക്ലിനിക്ക് സ്ഥാപിച്ച് തൻ്റെ പ്രവർത്തനത്തിന് പങ്കാളിയായി. മിഷണറിമാരുടെ ഭാര്യമാർ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും വേണ്ടി ചെയ്ത സേവനങ്ങൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണാം. 3. ചില മുന്നറിയിപ്പുകൾ. കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി നിസ്വാർത്ഥ സേവനങ്ങൾ ചെയ്ത പങ്കാളികൾ ഉള്ളപ്പോൾ തന്നെ ദുഷ്ടത പ്രവർത്തിച്ച സമൂഹത്തിൽ തിന്മ വിധിച്ച പങ്കാളികളുമുണ്ട്. ആഹാബും ഇസബേലും തിന്മ പ്രവർത്തിച്ച് ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല, അക്കാലത്തെ ജനതയും തിന്മയുടെ ഫലം അനുഭവിക്കുകയുണ്ടായി. ആദിമസഭയിലെ
അനന്യാസും സഫീറയും ഒന്നിച്ചു ചേർന്ന് വ്യാജം പ്രവർത്തിച്ച് ദൈവകോപത്തിന് പാത്രമായി. ദൈവഹിതപ്രകാരമല്ലാത്ത പങ്കാളികൾ സാമൂഹ്യ വിപത്താണ്. വചനവും ചരിത്രവും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. 4. കുടുംബം എന്ന ദൈവിക വ്യവസ്ഥ. ദൈവിക പദ്ധതിയിൽ ഒരു വിശാല ലക്ഷ്യമുണ്ട്. അതാണ് കുടുംബ വ്യവസ്ഥ. അതിൽ ഭർത്താവ്, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എന്നിവ ഉൾപ്പെടുന്നു. അങ്ങനെയുണ്ടാകുന്ന കുടുംബം സഭയോടും സമൂഹത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം, പുരുഷൻ, സ്ത്രീ എന്നിവർ അടങ്ങുന്ന മുപ്പിരിച്ചരടിൽ നിന്നാണ് ആരംഭം. അങ്ങനെ നിലനിൽക്കുന്ന കുടുംബം സമൂഹത്തിലെ സ്വാധീന ശക്തിയാണ്. ഓരോ കുടുംബവും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. യഹോവ ഭക്തനായ പുരുഷനെക്കുറിച്ചും ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിവള്ളിക്ക് സമാനമായ ഭാര്യയെക്കുറിച്ചും പ്രതിപാദിക്കുന്നതിലൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ സങ്കീർത്തനക്കാരൻ വരച്ചു കാട്ടുന്നു. സങ്കീർത്തനം 128:3-4. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുള്ള മക്കൾ ആ കുടുംബത്തിന് മാറ്റുകൂട്ടുന്നു. ദൈവഹിത പ്രകാരമുള്ള ഒരു കുടുംബത്തിൻ്റെ നേർചിത്രമാണിത്. ഇപ്രകാരമുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് മാത്രമല്ല, അവർ ഏർപ്പെട്ടിരിക്കുന്ന സമൂഹവും അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ന് നാം കാണുന്ന കുടുംബ തകർച്ചയ്ക്ക് കാരണം ദൈവിക പ്രമാണങ്ങളുടെ ലംഘനമാണ്. കുടുംബ വ്യവസ്ഥയിലെ ദൈവിക പ്രമാണങ്ങൾ മറക്കാതിരിക്കാം. പഠനം. രക്ഷ എന്ന ദാനം. എഴുതിയത് ലൗലി ജോർജ്. ക്രൈസ്തവ വീക്ഷണത്തിൽ വിശ്വാസത്തിൻ്റെ കേന്ദ്ര വിഷയം രക്ഷയാണ്. യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തെ ദൈവവുമായി സമന്വയിപ്പിക്കാൻ കഴിയുമെന്ന ആശയമാണിത്. രക്ഷ എന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലെന്ന് നിർവചിക്കാനാകും. പാപത്തിൽ നിന്നും അതിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് രക്ഷ. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് കരഗതമാക്കേണ്ടത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 5:12. ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദാമും ഭാര്യയായ ഹവ്വയും ദൈവം തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. തൽഫലമായി ലോകത്തിൽ പ്രവേശിച്ച പാപം കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്നാകുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഈ വേർപിരിയൽ ആത്മീക മരണത്തിലും നിത്യമായ ശിക്ഷാവിധിയിലും നിബന്ധിച്ചു. മനുഷ്യന്റെ ശാരീരിക മരണവും അതിൻ്റെ അനന്തരഫലമായിരുന്നു. ആശയറ്റ നിസ്സഹായനായ മനുഷ്യന് പാപാവസ്ഥയിൽ നിന്നും അതിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്നും ഒരു മോചനം ആവശ്യമായിരുന്നു. പാപിയായ മനുഷ്യൻ നിരാശനും നിസ്സഹായനും പ്രതീക്ഷയില്ലാത്തവനുമാണ്. നശിച്ചുപോയ മനുഷ്യന് പാപത്തിൽ നിന്നും ഒരു മോചനം അനിവാര്യമെന്ന് കണ്ട ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യരെല്ലാവരും പാപികളാണ്. പാപിയായ മനുഷ്യനെ ഉദ്ധരിക്കുവാൻ പാപമില്ലാത്ത ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ക്രിസ്തുവിൽ പാപമില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:46. ക്രിസ്തുവിൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. മാത്രമല്ല, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് തന്നെ വിസ്തരിച്ച റോമൻ ഭരണാധികാരിയായ പീലാത്തോസും ക്രിസ്തു നീതിമാനെന്ന് പീലാത്തോസിന്റെ ഭാര്യയും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19:4. മത്തായി സുവിശേഷം 27:19. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് പിശാചുക്കളും ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1:24. അവിടുന്ന് പാപമറിയാത്തവൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5:21. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. പത്രോസിന്റെ 1 ലേഖനം 2:22. അവിടുന്നിൽ പാപമില്ല. യോഹന്നാന്റെ 1 ലേഖനം 3:5. പാപരഹിതനായ പരിശുദ്ധനായ ക്രിസ്തുവിന് മാത്രമേ പാപത്തിന് പരിഹാരം വരുത്തി പാപികളെ ഉദ്ധരിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭൂമിയിലേക്ക് വന്നു. പാപരഹിതമായ ജീവിതം നയിച്ച ക്രിസ്തു മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കുരിശിൽ മരിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:15. റോമർക്ക് എഴുതിയ ലേഖനം 5:8. പാപിയായ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ക്രിസ്തു സ്വയം മരണം ഏറ്റെടുക്കുകയായിരുന്നു. പാപനിമിത്തമുണ്ടായ മരണത്തിന് മരണത്താൽ തന്നെ ക്രിസ്തു പരിഹാരം വരുത്തി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 14:15.
ദൈവത്തോട് ശത്രുക്കളായ, ശാപമേറ്റ, മരണത്തിന് പാത്രീഭൂതരായ മനുഷ്യന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രിസ്തു ക്രൂശിന്മേൽ കയറി. എബ്രായർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 15 വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 16 വാക്യം, ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 17 വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 12 വാക്യം, പത്രോസിന്റെ 1 ലേഖനം 2 അധ്യായം 24 വാക്യം. നാം അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷയേറ്റ് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അവിടുന്ന് പാപത്തെയും മരണത്തെയും കീഴടക്കി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ രക്ഷകനായി. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തി രക്ഷിക്കപ്പെടും. റോമർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 9 വാക്യം. രക്ഷിക്കപ്പെടുന്നവർക്ക് യേശു ക്രിസ്തുവിലൂടെ പാപമോചനവും നിത്യജീവനും മറ്റെല്ലാ ദാനങ്ങളും ലഭിക്കുന്നു. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമുക്ക് അർഹിക്കുന്നതോ ഏതെങ്കിലും രീതിയിൽ സമ്പാദിക്കാവുന്നതോ അല്ല. ദൈവത്തിൻ്റെ ദാനമായ രക്ഷ നമ്മുടെ നല്ല പ്രവൃത്തികൾക്കോ പ്രയത്നങ്ങൾക്കോ ലഭിക്കുന്ന അംഗീകാരമോ പ്രതിഫലമോ അല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 8-9 വാക്യങ്ങൾ. നിത്യതയോളം നിലനിൽക്കുന്ന ഈ രക്ഷ സകല മനുഷ്യർക്കുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. രക്ഷ പൂർണ്ണമായും സൗജന്യമാണ്. ദൈവത്തിൻ്റെ വിവരണാതീതമായ ദാനത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 9 അധ്യായം 15 വാക്യം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഓരോ വ്യക്തിയും ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുകയും എനിക്ക് രക്ഷ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും വേണം. സ്വയം രക്ഷിക്കാനുള്ള നിങ്ങളുടെ കഴിവില്ലായ്മയെ തിരിച്ചറിഞ്ഞ് കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3 അധ്യായം 19 വാക്യം. ദൈവത്തിൻ്റെ ദാനമായ രക്ഷ നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. രക്ഷ എന്ന ദാനം ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെയും കൃപയുടെയും മനോഹരമായ പ്രകടനമാണ്. പഠനം. കൃപാവരങ്ങൾ എന്ന ദാനം. എഴുതിയത് സുനിജ ഗോൾഡ്. വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതും വളരെ പ്രാധാന്യമർഹിക്കുന്നതുമായൊരു പഠനമാണ് പരിശുദ്ധാത്മവരങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. വരങ്ങൾ പ്രധാനമായും 2 പേരുകളിലാണ് ദൈവവചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. 1 ആത്മീക വരങ്ങൾ, 2 കൃപാവരങ്ങൾ. ആത്മീക വരങ്ങൾ എന്നതിന് ന്യൂമാറ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മീകമായത് എന്ന ആശയമാണിതിനുള്ളത്. കരിസ്മാറ്റോൺ എന്ന വാക്കാണ് കൃപാവരങ്ങൾ എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് ആത്മീക ശുശ്രൂഷകൾക്കുള്ള പ്രാപ്തി ലഭിക്കുന്നതെന്ന് ഈ പ്രയോഗം സമർത്ഥിക്കുന്നു. ജന്മസിദ്ധമായി ലഭിക്കുന്ന കഴിവുകൾക്കാണ് താലന്തുകളെന്ന് പറയുന്നത്. ഇത് നൈസർഗികമായ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നു. മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച ഈ കഴിവുകൾ ആ വ്യക്തിയുടെ വളർച്ചയിൽ പ്രത്യക്ഷപ്പെടുകയും പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നു. ആത്മീക വരങ്ങളെയും ജന്മസിദ്ധ കഴിവുകളെയും തമ്മിൽ ഒരു വിശ്വാസി വേർതിരിച്ച് ഗ്രഹിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തി സാന്നിധ്യവും ശക്തിയും പ്രകടമാകുന്ന മഹത്തായ പ്രവർത്തനമാണ് കൃപാവരങ്ങൾ. സഭയിലെ ഓരോ അംഗങ്ങൾക്കും അവനവൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് പങ്കുവയ്ക്കലാണ് കൃപാവരദാനത്തിലൂടെ സാധ്യമാകുന്നത്. യേശുക്രിസ്തുവിൻ്റെ അതിമഹത്തായ ദാനമാണ് കൃപാവരങ്ങൾ. ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ട് നേടുന്നതല്ല. വിശ്വാസികളിൽ ഓരോരുത്തർക്കും ക്രിസ്തുവിലൂടെ വിവിധ അളവിൽ ലഭിച്ച ദാനങ്ങളാണ് വരങ്ങൾ. ഗ്രഹവിചാരകത്വത്തിനുള്ള ശുശ്രൂഷ കൂടെയാണ് കൃപാവരങ്ങൾ. ദൈവസഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ് കൃപാവരങ്ങൾ ഓരോന്നും. ഓരോരുത്തർക്ക് ലഭിച്ച കൃപാവരങ്ങൾ ദൈവം തന്ന ശുശ്രൂഷകളാണ്. അത് ദൈവത്തിനു വേണ്ടി ദൈവസഭയിൽ നിർവഹിക്കേണ്ടതാണ്. ത്രിയേക ദൈവമാണ് കൃപാവരത്തിൻ്റെ ദാതാവ്. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് സർവജ്ഞാനിയായ ദൈവം കൃപാവരങ്ങൾ വിതരണം ചെയ്യുന്നു. സർവത്തിൻ്റെയും നിറവായിരിക്കുന്നവനും സ്വർഗസ്ഥനായി സ്വർഗത്തിനു മീതെ കയറിയനുമായ ദൈവപുത്രനും കൃപാവരദാനത്തിൽ പങ്കാളിയാണ്. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ.
വരങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരേ ആത്മാവാണ് നൽകുന്നത്. അതുപോലെ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും ശുശ്രൂഷ നൽകുന്നത് കർത്താവാണ്. ഇങ്ങനെ ത്രിയേക ദൈവം തന്നെ സഭയുടെ ആത്മീയ കെട്ടുപണിക്കായി സഭാവിശ്വാസികൾക്ക് വിവിധ വരദാനങ്ങൾ നൽകുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്. ഒന്നോ അതിലധികമോ കൃപാവരങ്ങൾ കർത്താവ് ഓരോ വിശ്വാസിക്കും നൽകുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് എല്ലാ വരങ്ങളും കൊടുക്കുന്നില്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് ആത്മീക ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനായി ദൈവം നൽകുന്ന ദാനങ്ങളാണ് കൃപാവരങ്ങൾ. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെയാണ് അത് വ്യക്തിയിലേക്ക് പകരപ്പെടുന്നത്. കാലക്രമേണ മാത്രമേ അത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയൂ. നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവർ എന്നാണ് പൗലോസ് കൊരിന്ത്യരെ വിശേഷിപ്പിച്ചത്. അതേസമയം കൊരിന്ത്യർ ജഡീകന്മാരും ക്രിസ്തുവിൽ ശിശുക്കളായവരുമെന്ന് താൻ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ആത്മീയ വരങ്ങളുടെ സമൃദ്ധിയിൽ നിൽക്കുമ്പോഴും കൊരിന്ത്യർ ലോകത്തിലെ സകല പാപങ്ങൾക്കും തിന്മകൾക്കും പങ്കുകാരായിരുന്നു. ലോകമനുഷ്യരെ പോലെ ജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു കൃപാവരവും ഒരുവന്റെ ആത്മീകതയുടെ പര്യായമല്ല. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കുറവുകൾ അഥവാ പാപങ്ങൾ കൊണ്ട് അവന് ലഭിച്ച കൃപാവരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ദൈവം കൃപാവരം നൽകിയല്ലോ എന്ന് വിചാരിച്ച് അനുതപിക്കുന്നുമില്ല. കൃപയാൽ ദൈവം നൽകിയ രക്ഷ ഭദ്രമായിരിക്കുന്നത് പോലെ കൃപയാൽ ലഭിച്ച കൃപാവരങ്ങളും ഭദ്രമായിരിക്കുന്നു. അവ നഷ്ടപ്പെടുന്നില്ല. കൃപാവരങ്ങളുടെ പ്രധാനമായ ഉദ്ദേശം ദൈവസഭയുടെ ആത്മീക അഭിവൃദ്ധിയാണ്. സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. ആത്മീയ വരങ്ങളെല്ലാം ദൈവസഭയുടെ ആത്മീക വർധനവിനായി ഉതകണം. ആത്മീക വളർച്ച എന്നാൽ സഭയുടെ കെട്ടുപണി എന്നർത്ഥം. ആത്മീക വരങ്ങൾ ഒരു വ്യക്തിയുടെ സ്വന്തം ആത്മീക വർധനയ്ക്കുള്ളതല്ല, സഭയുടെ വളർച്ചയ്ക്കും കെട്ടുറപ്പിനും ഉള്ളതാകുന്നു. അതുപോലെ ഓരോ കൃപാവരങ്ങളും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനും ഗുണീകരണത്തിനുമായി ഉപകരിക്കണം. മാത്രമല്ല, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി കൃപാവരം കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും പരസ്പരം കടമകളും കർമ്മങ്ങളും നിറവേറ്റേണ്ടതാണ്. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങൾ അന്യോന്യം ഭാരങ്ങൾ ചുമക്കുകയും കണ്ണുനീർ തുടയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും വേണം. കൃപാവരങ്ങൾ നൽകിയതിൻ്റെ മുഖ്യ ഉദ്ദേശങ്ങളാണ് ഇവ. കൃപാവരങ്ങൾ ഒരിക്കലും ആത്മീയതയുടെ ലക്ഷണമല്ല. കൃപാവരം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കൃപാവരങ്ങൾ നിലനിൽക്കുന്നതും നിന്നുപോകുന്നവയും ഉണ്ട്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ കൃപാവരത്തെ കണ്ടെത്തുവാൻ സഹായിക്കും. ഒരു വിശ്വാസിക്ക് കൃപാവരത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. കൃപാവരങ്ങളെ ഉപയോഗിക്കണം. കൃപാവരങ്ങളെ ദുരുപയോഗപ്പെടുത്തരുത്. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം. ഇല്ലാത്ത വരങ്ങൾ ഉപയോഗിക്കരുത്. കൃപാവരങ്ങളെ തുച്ഛീകരിക്കരുത്. എല്ലാ വിശ്വാസികൾക്കും കൃപാവരം ലഭിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുവാനും കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാനും അവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ക്രിസ്തുമസ് സമ്മാനം. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്? മിനി ടീച്ചർ കുട്ടികളെ നോക്കി ചോദിച്ചു. സമ്മാനത്തെക്കുറിച്ച്. ദിയ ചാടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അതെ, നിങ്ങൾ സമ്മാനം കൊടുക്കാറുണ്ടോ? ഉണ്ട്, കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു. ശരി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സമ്മാനമായി കൊടുക്കാറുണ്ടോ? അത് കേട്ട് എല്ലാവരും നിശബ്ദരായി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് നൽകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹം പ്രകടമാകുന്നത്. അതും അവർ പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ. കുട്ടികൾ ടീച്ചറുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. ക്രിസ്മസ് വരികയല്ലേ, എല്ലാവരും സമ്മാനങ്ങൾ കൈമാറണം കേട്ടോ. ടീച്ചർ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ബെല്ലടിച്ചു. സ്കൂൾ ഗേറ്റിൽ തന്നെ ദിയാമോളുടെ മമ്മി സ്കൂട്ടറുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വീട്ടിലെത്തിയപ്പോൾ ജാനകി ജോലിയെല്ലാം കഴിഞ്ഞ് അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജാനകി, നീ പോയില്ലേ? ഇല്ല ചേച്ചിയെ, ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്താ പ്രത്യേകിച്ച്? മമ്മി ചോദിച്ചു. എനിക്ക് കുറച്ച് രൂപ കടം തരുമോ? നാളെ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ്. പണി ചെയ്ത് ഞാൻ തീർത്തു കൊള്ളാം. ജാനകിയുടെ ശബ്ദം ഇടറി. നീ നിൽക്ക്. മമ്മി സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ട് അകത്തു പോയി പണവുമായി വന്നു. ഇത് വച്ചോ, പിന്നെ തിരിച്ചു തരാനൊന്നും നിൽക്കണ്ട. അത് പിന്നെ ചേച്ചി, ഇത്രയും പണം വേണ്ടെന്നല്ലേ പറഞ്ഞത്? മമ്മി ജാനുവിൻ്റെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, എന്നാൽ നീ ചെല്ല്.
ജാനകി പടികൾ ഇറങ്ങി പോകുന്നത് ദിയാമോൾ നോക്കി നിന്നു. ജാനകിയുടെ മകളും ദിയയും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തൻ്റെ പഴയ ഉടുപ്പും ചെരുപ്പും മമ്മി അവൾക്ക് കൊടുക്കാറുണ്ട്. വലിയ കഷ്ടപ്പാടാണ് അവർക്ക്. ഇപ്പോൾ അവളുടെ അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലുമായി. പാവം. രാജിയോട് ദിയമോൾക്ക് സഹതാപം തോന്നി. ദിയ മുകളിലത്തെ തൻ്റെ മുറിയിലേക്ക് പോയി. മമ്മി അടുക്കളയിലെ തിരക്കിലേക്കും. ഇനി 2 ദിവസം അവധിയാണ്. അത് കഴിഞ്ഞ് ഡാഡി വരും. എത്ര നാളെയെന്നറിയാമോ ഡാഡിയെ കണ്ടിട്ട്? അതോർത്തപ്പോൾ അവൾക്ക് കരച്ചിലും വന്നു. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ദിയയും മമ്മിയും കൂടി എയർപോർട്ടിൽ ഡാഡിയെ വിളിക്കാൻ എത്തി. കൃത്യസമയത്ത് തന്നെ ഡാഡിയുടെ ഫ്ലൈറ്റ് വന്നു. ഡാഡിയെ കണ്ടതും ദിയ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. കാറിൽ വെച്ച് അവൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ഡാഡി ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിയ അടുത്തു ചെന്ന് നിന്നു. ഡാഡി, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? പോണോ? പോയേക്കാം. മോള് വേഗം പോയി റെഡിയായി വാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്കിറങ്ങാം. അവർ ടൗണിലെ ഏറ്റവും നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി. ദിയ ഓരോ ഉടുപ്പ് നോക്കി അതിലൊരു പിങ്ക് ഉടുപ്പ് കണ്ടു. ഇത് മതി. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരി, ഇനി എന്താ വേണ്ടത്? എനിക്ക് ചെരുപ്പ് വേണം. ചെരുപ്പോ? മോളെ, കഴിഞ്ഞ ആഴ്ചയല്ലേ പുതിയ ചെരുപ്പ് വാങ്ങിയത്? മമ്മി ഇടയ്ക്കേറി പറഞ്ഞു. പോട്ടെ, സാരമില്ല. അവളുടെ ആഗ്രഹമല്ലേ, അവൾക്ക് വേണ്ടിയല്ലേ നമ്മൾ അധ്വാനിക്കുന്നത്, ഡാഡി പറഞ്ഞു. അവൾ അവിടെയുള്ള ഏറ്റവും നല്ല ഒരു ജോഡി ചെരുപ്പ് വാങ്ങി. ഇനി ഒരു സ്കൂൾ ബാഗ്. മോളെ, മമ്മി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഡാഡി വിലക്കി. ദിയ നല്ല ഒരു സ്കൂൾ ബാഗ് വാങ്ങിച്ചു. ഇനി എന്തെങ്കിലും മോൾക്ക് വേണോ? ഡാഡി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു ഗിഫ്റ്റ് പേപ്പർ. അവൾ മടിച്ചു പറഞ്ഞു. ഗിഫ്റ്റ് പേപ്പറോ? അതെന്തിനാ? ഡാഡി മമ്മി മുഖത്തോട് മുഖം നോക്കി. അതൊക്കെ ഉണ്ട്, ദിയ പറഞ്ഞു. ശരി. ഗിഫ്റ്റ് പേപ്പറും വാങ്ങിച്ച് അവർ കടയിൽ നിന്നും ഇറങ്ങി വീട്ടിൽ വന്നു. വീട്ടിലെത്തിയ ദിയാമോൾ ഉടുപ്പും ചെരുപ്പും ബാഗും ഡാഡി കൊണ്ടുവന്ന ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും എല്ലാം ഒരു ബോക്സിലാക്കി ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞു. അവൾ ഈ ബോക്സുമായി താഴെ ഇറങ്ങി വന്നു. ഇത് കണ്ട് മമ്മിയും ഡാഡിയും അമ്പരന്ന് നോക്കി. മോളെ, ഇതെല്ലാം നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് വാങ്ങിച്ചതല്ലേ? പിന്നെ എന്തിനാ ഇത് പാക്ക് ചെയ്തത്? മമ്മി ചോദിച്ചു. മമ്മി, എൻ്റെ കൂടെ ജാനകി ചേച്ചിയുടെ വീട് വരെ വരാമോ? ഇത് ഞാൻ രാജിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്, എൻ്റെ ക്രിസ്മസ് സമ്മാനമായി. ഇതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് തന്നെയാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും പ്രിയപ്പെട്ടതും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹം എന്ന് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഡാഡിയുടെയും മമ്മിയുടെയും മുഖം വികസിച്ചു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ മാറി മാറി ഉമ്മവച്ചു. എൻ്റെ മോൾ ദൈവത്തിൻ്റെ മോളാണ്. ഇത്ര ചെറുപ്രായത്തിലെ ഈ നല്ല മനസ്സ് ദൈവമാണ് എൻ്റെ മോൾക്ക് നൽകിയത്. ഡാഡി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. വാ, ഇപ്പോൾ തന്നെ നമുക്ക് പോകാം. അവർ 3 പേരും രാജിയുടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു. ക്രിസ്മസ് സമ്മാനവുമായി നടന്നു. കൂട്ടുകാരെ, തനിക്ക് ഇഷ്ടമുള്ളത് എല്ലാം തൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്ത ദിയാമോളെ നമ്മൾ കണ്ടില്ലേ? അതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം നൽകിയ സമ്മാനമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുവിൻ്റെ ഭൂമിയിലെ പിറവിയുടെ ഓർമ്മയ്ക്കാണല്ലോ ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനത്തിൻ്റെ യഥാർത്ഥ ഉടമകളായി നാം തീരുന്നു. Embracing uncertainty, a season of hope. Pretending to experience something and actually living through it are 2 entirely different things. Often, it's much easier to pretend than to genuinely face it. This realization often comes only when it's experienced firsthand. The waiting season is a prime example of this. It doesn't necessarily entail waiting for something that has been planned and prepared for. Instead, it's about waiting without knowing what the outcome will be or what steps to take next. Many may find themselves in this phase experiencing all the uncertainties it brings. The weight of waiting, struggles and challenges.
One of the most exhausting aspects of this season is the unsolicited questions, advice, and criticism from those around you. You may find yourself bombarded with questions and suggestions daily, as people offer their opinions and guidelines from every direction. Despite trying different approaches, it often feels like nothing works out, leaving you feeling stuck. The real danger emerges when self-doubt begins to creep in. Seeing others secure good jobs, move abroad, and live their dreams, you might start to wonder, I've been trying for so long, and they didn't even have to. Am I just wasting my time? Should I give up and pursue something else? What should I do next? These thoughts can spiral, intensifying the uncertainty you already feel. As these doubts accumulate, they often lead to disappointment, anxiety, and overthinking, sometimes even progressing into depression. It becomes tempting to mask your feelings, sweeping problems under the rug to maintain appearances. However, the weight can become overwhelming, potentially leading to emotional breakdowns. This struggle is common, and while it may seem easier to hide the pain, avoiding the issue rarely solves it. So, what might the solution be? The result of waiting, outcomes and lessons. This season often results in two possible outcomes. It can either draw you closer to God or pull you away from Him. The latter usually occurs when you become preoccupied with the question, when will it happen, so much that it evolves into, will something ever happen? This can ultimately lead to the thought, why should I believe in a God who isn't fixing my situation? Such questions are genuine, and no one can be blamed for feeling this way. So, is God really inactive during this time? Let us unwrap this question. Not knowing when something will happen is incredibly frustrating. You wait for a sign to reaffirm your faith, but nothing appears. This might be precisely the phase where blind faith becomes essential. It is in these moments that one can begin to understand the meaning behind Jesus' words to the Apostle Thomas, "Blessed are those who have not seen and yet have believed," John 20:29. It's important to remember that the timing is not ours to dictate. Fortunately, there are promises we can cling to during these uncertain times. In Isaiah 60:22, we read, "At the right time, I, the Lord, will make it happen." This assures us that it will not be too late or too soon, but rather at the right moment. Moreover, we are reminded that, "I know that everything God does will endure forever. Nothing can be added to it, nor anything taken from it." Ecclesiastes 3:14. Holding on to these promises can help ground us as we navigate the waiting season. The fruit of waiting, glory and hope. Just believing in these promises doesn't immediately remove all the anxiety, worries, and overthinking, as the enemy may repeatedly use these tools to challenge you. However, as a child of God, this shouldn't trouble you, for it is written, "You, dear children, are from God and have overcome them, because the one who is in you is greater than the one who is in the world." 1 John 4:4. Rather than relying on your own strength, why not lean on Him to guide you through this season and bring you safely to the shore? Even though the journey may feel challenging, overwhelming at times, one day, you might find yourself joyfully declaring, "He has made everything beautiful in its time." Ecclesiastes 3:11. Because He is not a God who merely gets things done. He is the one who is able, through His mighty power at work within us, to accomplish infinitely more than we might ask or think. Ephesians 3:20. Ultimately, you may realize that the waiting is not in vain, it shapes and refines you. As Romans 5:3-5 says, "Not only so, but we also glory in our sufferings, because we know that suffering produces perseverance, character, and character, hope. And hope does not put us to shame, because God's love has been poured out into our hearts through the Holy Spirit, who has been given to us."